ഇത് പാലക്കാട് ജില്ലയിലെ ഒലവക്കോട് റെയിൽവേ കോളനി. ഇവിടെ മറ്റെവിടെയും കാണാത്ത വ്യത്യസ്തതകളോടെ ഒരു ചായക്കട. ഗുരുവിൻ്റെ കട എന്നറിയപ്പെടുന്ന ശ്രീകൃഷ്ണ ഹോട്ടലിൻ്റെ സവിശേഷത ഇതാണ്. ഇവിടെ ഉടമയും ഉപഭോക്താവും എന്ന വ്യത്യാസമൊന്നുമില്ല. ഭക്ഷണം കഴിക്കാനെത്തുന്നവർ തങ്ങൾക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ അടുക്കളയിൽ നിന്നെടുത്ത് പുറത്തു വന്നിരുന്ന് കഴിക്കുന്നു. കഴിച്ച ഭക്ഷണത്തിൻ്റെ കണക്ക് ചോദിക്കുന്ന രീതിയൊന്നും കട നടത്തുന്ന ശിവരാമനോ ഭാര്യ ഗീതയ്ക്കോ ശീലമില്ല. ഭക്ഷണം കഴിക്കുന്നവർ പറയുന്ന കണക്ക് അവർ വിശ്വസിക്കുന്നു, അത്രമാത്രം. തുടങ്ങിയ കാലത്തെ ഒരവസ്ഥ ഇപ്പോഴത്തെ ഒരവസ്ഥ ഒന്ന് താരതമ്യം ചെയ്ത് പറയും. അല്ല, ഒരേപോലെ തന്നെ. നല്ല ബിസിനസ്സാണ്, അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ട സമയത്ത് അച്ഛൻ്റെ ഒരു ഇതിനകത്തിലുള്ള ഇടപെടൽ എങ്ങനെയായിരുന്നു? അച്ഛൻ്റെ അച്ഛൻ്റെ കുട്ടിക്കാലം വരെ ഹോട്ടൽ തന്നെ. ഗുരു എന്ന് വിളിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? എന്നെ ഗുരുവായൂർ കൊണ്ടുപോയിട്ട് ചോറ് കൊടുത്തു. ശരിക്കുള്ള പേര് പറഞ്ഞു. എൻ്റെ പേര് ശിവരാമൻ. ഗുരു എന്ന് വിളിക്കാൻ കാരണം? ഗുരു എന്ന് വിളിക്കാൻ പറഞ്ഞാൽ അച്ഛൻ ഗുരുവായൂർ കൊണ്ടുപോയിട്ട് ചോറ് കൊടുത്തു. ചോറ് അപ്പോൾ അതിന് ശേഷം ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെച്ചതായതുകൊണ്ട് അങ്ങനെ ഗുരു എന്ന് വിളിച്ചു. ഇവിടെ ഈ വരുന്ന ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും വരുന്നവരുടെ പ്രത്യേകത എന്താണ്? ഈ നാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് അല്ല, കേരളം മൊത്തം എല്ലാ ഭാഗത്തുള്ള ആൾക്കാരുണ്ടല്ലോ. ഈ കുടുംബത്തിൻ്റെ സപ്പോർട്ട് എങ്ങനെയാണ് ഇതിനകത്ത്? കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു അനിയത്തി മാത്രമല്ല, പിന്നെ വൈഫിൻ്റെ ചേച്ചി ഇവിടെ ഉണ്ട്. ചേച്ചി മകളും ഒരു മകൻ അവരിവിടെ ഉണ്ട്. അനിയത്തി വന്ന് ഒറ്റപ്പാലത്താണ്. എല്ലാവരും സപ്പോർട്ട്. രാവിലെ എത്ര മണി തൊട്ട് ഇതിൻ്റെ ജോലികൾ തുടങ്ങും, എപ്പോൾ അവസാനിക്കും? ഒന്ന് വിശദമായിട്ട് പറയാം. 2:30 മണിക്ക് എണീക്കും. വൈഫ് 3:30 മണിക്ക് എണീക്കും. പിന്നെ തുടങ്ങുന്നത് 4:35 4:40 തുറക്കും. നേരത്തെ 3:45 അപ്പം പിന്നെ പഴയ ആൾക്കാരൊക്കെ പോയി. എന്താണ് ഉച്ചഭക്ഷണവും വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ അവസാനം? ഇല്ല, അതാ കൊറോണയിൽ നിർത്തിയ സമയത്ത് പിന്നെ അങ്ങനെ അപ്പം ഇനി അങ്ങനെ തുടങ്ങാൻ ഉദ്ദേശമില്ല? ഇനിയിപ്പോൾ തൽക്കാലം ഞങ്ങൾ രണ്ടുപേരും മാത്രം, മക്കളൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രം. ഈ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ പ്രത്യേകത എന്താണ്? പൊതുവെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്തൊക്കെയാണ്? ഇല്ല, ഭക്ഷണം പറഞ്ഞാൽ നമ്മളുണ്ടാക്കുന്നതാണല്ലോ. നമ്മളുണ്ടാക്കുന്ന പിന്നെ സാറ് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നവരെ പോവുക, എടുക്കുക, കഴിക്കുക. അതെങ്ങനെയാണ് തുടങ്ങിയത്? എങ്ങനെയാണ് ഈ വരുന്നവർ തന്നെ എടുക്കുക? അതൊന്നും നേരത്തെ ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു. ഇപ്പോൾ ആരുമില്ല. പോകാന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ എല്ലാവരും പരിചയക്കാരാണല്ലോ മാക്സിമം ആൾക്കാർ. അപ്പോൾ സാറ് വരികയാണെങ്കിൽ ഇപ്പോൾ സാർ മാഷ് വരുന്നു, മാഷ് പോവുക, എടുക്കുക, മാഷയ്ക്ക് വേണ്ട സാധനങ്ങൾ എടുക്കുക, കഴിക്കുക. പണ്ട് സസ്യേതര ഭക്ഷണങ്ങൾ വിഭവങ്ങളായി കിട്ടിയിരുന്ന ഈ ചെറിയ കടയിൽ കോവിഡ് കാലത്ത് ദീർഘമായി അടച്ചിടേണ്ടി വന്നു. പിന്നീട് തുറന്നപ്പോഴോ പഴയതുപോലെ വലിയ രീതിയിൽ മുഴുവൻ സമയ പ്രവർത്തനം നടത്താനുള്ള ശ്രമം ഗുരുവും ഭാര്യ ഗീതയും ഉപേക്ഷിച്ചു. തങ്ങൾക്കാവുന്നതുപോലെ മതിയെന്നവർ തീരുമാനിച്ചു. പ്രഭാത ഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ പുലർച്ചെ 1:30 തുടങ്ങി. പണികളൊക്കെ രണ്ടുപേരും കൂടി, ഭാര്യയും ഭർത്താവും കൂടി ചേർന്നാണ് ചെയ്യുന്നത്. 6 മണിക്ക് തുറന്നാൽ 11:30 വരെ യാതൊരു വിശ്രമവുമില്ല. ഉച്ചയ്ക്ക് 12 മണിക്ക് ജോലിയെല്ലാം കഴിഞ്ഞ് കച്ചവടം കഴിഞ്ഞ് കടയടയ്ക്കും. പിന്നെ പിറ്റേന്ന് രാവിലെയേ തുറക്കൂ. ശിവരാമൻ്റെ പിതാവായി തുടങ്ങിയ ഈ കടയിൽ റെയിൽവേ ഉദ്യോഗസ്ഥരാണ് അധികവും ഭക്ഷണം കഴിക്കാനെത്തുന്നത്. രാവിലെ പതിവുകാരെത്തി പത്രം വായിച്ച് കുശലം പറഞ്ഞ് എത്ര നേരം ഇരുന്നാലും ശിവരാമന് പരാതിയില്ല, പരിഭവമില്ല. ഭക്ഷണം നൽകുന്ന സന്തോഷകരമായ ആ പ്രവൃത്തിയിൽ സംതൃപ്തി കണ്ടെത്തിക്കൊണ്ട് ഈ ദമ്പതികൾ അവരുടെ പതിവ് രീതികൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇവരുമായി ആത്മബന്ധം സൂക്ഷിക്കുന്ന ഈ നാട്ടുകാർ പതിവായി ഇവിടെ എത്തുന്നതാണ് ഗുരുവിൻ്റെ കടയുടെ ഉന്മേഷവും ആഹ്ലാദവും.